നമസ്കാരം. ലോകം മുഴുവൻ വലിയ ആശങ്കയിലാണ്, പേടിയിലാണ് കോവിഡ് ഭീതിയിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഒമാനിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ടാണ്, പ്രവാസികളെ ആശങ്കയിലാക്കിക്കൊണ്ട് മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഒമാനിൽ പെയ്ത കനത്ത മഴയിൽ മരണം 4ആയി. അതിൽ 2 പേർ മലയാളികളാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഒമാനിൽ കനത്ത മഴയെ തുടർന്ന് ഇന്നലെ ഉണ്ടായ വെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടുകൊണ്ടാണ് 2 മലയാളികൾ ഉൾപ്പെടെ 4 പേർ മരണപ്പെട്ടിരിക്കുന്നത്. കൊല്ലം സ്വദേശി സുജിത്ത്, തലശ്ശേരി സ്വദേശി ബിജീഷ് എന്നിവരാണ് മരിച്ച മലയാളികൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ റിപ്പോർട്ട്. കാരണം ഒന്നാമതേ കോവിഡ് ഭീതിയിൽ ലോകം മുഴുവൻ വലിയ ആശങ്കയാണ് ഉള്ളത്, പ്രവാസികൾക്കും വലിയ ആശങ്കയാണുള്ളത്. വെള്ളടി പോലെ ഈ ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരികയാണ്. ഒരു ഒമാൻ സ്വദേശിയും ഒരു ഏഷ്യൻ വംശജനുമാണ് മരണപ്പെട്ട 2 പേർ എന്നാണ് റോയൽ ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലയാളികളുടെ മൃതദേഹങ്ങൾ ഇബ്രി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ വളരെ ദുഷ്കരമാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം കൊറോണ ഭീതി മൂലം വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ആശങ്കയുണ്ട്. കൊല്ലം തെക്കേവിള സ്വദേശി ഉത്രാടം വീട്ടിൽ സുർജിത് പ്രസന്നൻ, കണ്ണൂർ തലശ്ശേരി ഇരിഞ്ഞോളി സ്വദേശി മരവള്ളി പുത്തൻ വീട്ടിൽ ബിജിഷുമാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ വെള്ളപ്പാച്ചിൽ അകപ്പെട്ടത്. മസ്കത്തിൽ നിന്നും 275 കിലോമീറ്റർ അകലെ ഇബ്രി പ്രവിശ്യയിലെ ഹുബാറിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം വാദി മുറിച്ചു കടക്കവെയാണ് അപകടം ഉണ്ടായത്. അപകടത്തെ തുടർന്ന് രാത്രിയോടെ തന്നെ റോയൽ ഒമാൻ പോലീസ് ശക്തമായ തിരച്ചിലുകൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും മൃതദേഹമോ അവരെക്കുറിച്ചുള്ള വിവരങ്ങളോ ലഭിക്കാൻ ഒരു സാഹചര്യവുമില്ലായിരുന്നു. പക്ഷേ രാവിലെ വീണ്ടും തിരച്ചിൽ തുടർന്നപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്താനായത്. ഇരുവരും ഇബ്രിയിലെ അറാക്കിയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തി വരികയായിരുന്നു. കോവിഡ് മുൻകരുതലുകൾ നടപടികളുടെ ഭാഗമായി വിമാന സർവീസുകൾ വിലക്കുള്ളതിനാൽ മൃതദേഹങ്ങൾ ഒമാനിൽ തന്നെ സംസ്കരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എങ്കിലും വിലക്കിൻ്റെ കാലയളവിന് ശേഷം നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നുണ്ട്. അൽ റഹ്മ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ മുതൽ കനത്ത മഴയാണ് പെയ്തു വന്നിരുന്നത്. രാത്രിയിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രതിരോധ മുൻകരുതൽ നടപടികളും ഈ ഒരു സാഹചര്യത്തിൽ ഒമാൻ കടുപ്പിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും അടച്ചിടും എന്നാണ് ഇപ്പോൾ റീജിയണൽ മുനിസിപ്പാലിറ്റീസ് മന്ത്രാലയം അറിയിച്ച ആ മുന്നറിയിപ്പിൽ പറയുന്നത്. തിങ്കളാഴ്ച മുതൽ തന്നെ ഈ ഒരു നിയമം നിലവിൽ വരികയുണ്ടായി. പൊതുജനങ്ങളുടെ ഒത്തുചേരലുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് കടകളുടെ പ്രവർത്തനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഗ്രോസറികൾ, ക്ലിനിക്കുകൾ, ഫാർമസി, ഒപ്റ്റിക്കൽ സ്റ്റോഴ്സ്, ഗ്യാസ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇളവ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. റെസ്റ്റോറൻറ്റുകൾ ഡെലിവറി സേവനം മാത്രമേ പാടുള്ളൂ. മാർച്ച് 18 മുതൽ രാജ്യത്തെ വാണിജ്യ കേന്ദ്രങ്ങളിലെ കടകളും പരമ്പരാഗത മാർക്കറ്റുകളും അടഞ്ഞു കിടക്കുകയാണ്. ജിമ്മുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, ബാർബർ, ബ്യൂട്ടി ഷോപ്പുകൾ എന്നിവയും അടഞ്ഞു കിടക്കുകയാണ്. നിരോധനം ബാധകമല്ലാത്തതിനാൽ റൂവി, ഹൈസ്ട്രീറ്റ് അടക്കം പ്രദേശങ്ങളിൽ കടകൾ പ്രവർത്തിച്ചിരുന്നു. പുതിയ നിർദ്ദേശത്തോടെ ഇത്തരം മേഖലകളിലെ കടകൾക്കും താഴെ വീഴുകയാണ് ഉണ്ടായത്. കോവിഡ് ഭീതിക്കിടയിലും വെള്ളപ്പൊക്കത്തിൽ 4 മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതും 2 പേർ മലയാളികൾ എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം.